പറയാൻ കഴിയുന്നില്ല. വാട്ട്സ് ഹാപ്പനിങ്? തനിക്ക് പറയാൻ ഭയമുള്ള എന്തെങ്കിലും ആണോ കണ്ടത്? താൻ കണ്ടയാൾ തന്നെ എന്ത് ചെയ്തു? താനെന്തിനാ ഭയക്കുന്നേ? ഇവിടെ ആരും തന്നെ ഒന്നും ചെയ്യില്ല. പറയൂ. ഓക്കെ, താൻ കണ്ട വ്യക്തിയെപ്പറ്റി പറയാൻ താൻ ഭയക്കുന്നു. ആ വ്യക്തി ആരാണെന്നുള്ളത് ഞാൻ പറയട്ടെ. ആ വ്യക്തിയെ തനിക്ക് ഞാൻ കാണിച്ചു തരാം. ഇവരെയാണോ താൻ കണ്ടത്? പറയൂ, ഇവരെയല്ലേ താൻ കണ്ടത്? മൃദുല, മൃദുല, മൃദുല സിസ്റ്റർ. എന്താ സർ? ഈ കുട്ടിയൊന്ന് ശരിക്കും എടുത്ത്. ഈ കുട്ടിയുടെ കാര്യത്തില് പ്രത്യേക ശ്രദ്ധ വേണം. ഓക്കേ സർ, ശ്രദ്ധിച്ചോളാം. You will not get a reply for this. ഇതാരുടെ മെസ്സേജാ? അൺനോൺ നമ്പറിൽ നിന്നാണല്ലോ. ആ കോണ്ടാക്ട് ഡിലീറ്റ് ആയി പോയല്ലോ. ഇവളും ഈ മെസ്സേജും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എവിടെ? അവളെ കാണുന്നില്ലല്ലോ. ഇവിടെ വരാന്നല്ലേ പറഞ്ഞേ? അവളും വരട്ടെ. മറന്നു വെച്ച ബുക്സ് എടുക്കാൻ പോയതല്ലേ. എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കാം. വൃന്ദ, നീ എവിടാ? ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. എവിടെ? ഇവിടെ എങ്ങും ഇല്ലല്ലോ. ഹലോ ഗൈസ്, ദേ ഇങ്ങോട്ട് നോക്ക്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇനി മുതൽ ഞാനാണ് നിങ്ങളുടെ വൃന്ദ. എത്ര നേരമായിടി? ബുക്ക് എടുത്തിട്ട് വരാൻ ഇത്രയും സമയം വേണോ? നിനക്ക് വിശപ്പ് സഹിക്കാൻ വയ്യല്ലേ? നിന്നെ പോലെ പുസ്തകം നിന്നോണ്ടിരുന്നാലേ എനിക്ക് ശരിയാവൂല. അതെ, സംസാരിച്ചേക്കാൻ സമയമില്ല. വന്ന് വണ്ടി കയറി. ആർക്കും ഒരു മൂഡില്ലല്ലോ. കോളേജിൽ നിന്ന് ഹോസ്റ്റലിലേക്കുള്ള നമ്മുടെ യാത്ര ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അനു കൂടെ ഇല്ലല്ലോ. അവളെ വല്ലാതെ മിസ് ചെയ്യാ. അനുവിന്റെ ഒരു വിവരവും നമുക്ക് അറിയാൻ കഴിയുന്നില്ലല്ലോ. ആ ഫോൺ സ്വിച്ച് ഓഫ് ആന്നുള്ള വോയിസ് കേൾക്കുമ്പോ അവളെ നമ്മൾ ഒരിക്കലും കാണില്ല എന്ന് തോന്നിപ്പോവാ. മേഘേ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ പിന്നെ എങ്ങനെ പറയണം? എന്ത് പറയണം? അനുനെ വിളിച്ചാ കിട്ടില്ല, അവൾ അമ്മയെ വിളിച്ചാ കോളും എടുക്കില്ല. ഞാൻ ഒന്നുകൂടി അനുവിന്റെ അമ്മയെ വിളിക്കാം.
അവരുടെ തിരക്കുകൊണ്ടായിരിക്കും നമ്മുടെ കോൾ എടുക്കാത്തെ. നമ്മൾ എത്ര തവണ വിളിച്ചതാ? കോൾ എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് തിരിച്ചു വിളിക്കാലോ. വൃന്ദേ, നീ അനുവിന്റെ അമ്മയെന്ന് വിളിച്ചേ. ആ